പൈസ നട്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടൽ വിഭവങ്ങളിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് സ്ക്വിഡ്. ടേസ്റ്റി ആയിട്ടുള്ള സ്ക്വിഡ് റോസ്റ്റ് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ: 1/2 കിലോ സ്ക്വിഡ് കൂന്തല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി റിംഗ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണിത്. അത്യാവശ്യം ഈ ഒരു വലുപ്പത്തിൽ റിംഗ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഈ സ്ക്വിഡ് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണിത്. അതിന്റെ കൂട്ടത്തിൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനാഗിരി യൂസ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, 1 തണ്ട് കറിവേപ്പില, വലിയൊരു സവാള ചെറുതായി അരിഞ്ഞെടുത്തത്, 5 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തത്, 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തത്, 2 ചെറിയ പച്ചമുളക് അരിഞ്ഞെടുത്തത്, വളരെ ചെറിയൊരു തക്കാളി നന്നായി ചെറുതായി കട്ട് ചെയ്തെടുത്തത്, മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉപ്പ്. മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പാണ് മസാലയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, കുറച്ച് മല്ലിയില. ഇതിൽ തേങ്ങാക്കൊത്ത്, മല്ലിയില, പെരുംജീരകം ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം, അവൈലബിൾ അല്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ ഈ പെരിഞ്ജീരകം ചേർത്താൽ കുറച്ചുകൂടി കറിക്ക് ടേസ്റ്റ് കൂടും, സ്വാദ് കൂടും. പരമാവധി ചേർക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഈ കൂന്തല് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. സ്ക്വിഡ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പേര് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അത് ഭയങ്കര റബ്ബറി ആയി പോവാന്നുള്ളത്. സ്ക്വിഡ് റബ്ബറി ആയി പോവാൻ കാരണം അത് ഓവർ കുക്ക് ആവുന്നതുകൊണ്ടാണ്. മറ്റു ഫിഷുകളെ പോലെ സ്ക്വിഡ് ഒരുപാട് നേരം കുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം സ്ക്വിഡിനകത്ത് ഫാറ്റ് വളരെ കുറവും പ്രോട്ടീൻ ഒരുപാട് കൂടുതലുമാണ്. അപ്പൊ ഒരുപാട് നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വിഡ് ഭയങ്കര റബ്ബറി ആയി പോവും. 2 രൂപത്തിലാണ് റബ്ബറി ആവാതിരിക്കാൻ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുക. ഒന്ന്, വളരെ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്ന രീതിയും, രണ്ടാമത് വളരെ ലോ ഫ്ലെയിമില് ഒരുപാട് നേരം 30 to 40 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുന്ന രീതിയാണുള്ളത്. അങ്ങനെ പെട്ടെന്ന് കുക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ടെൻഡർനെസ് നഷ്ടപ്പെടാതെ അതേപോലെ തന്നെ നമുക്ക് കിട്ടും. ലോ ഫ്ലെയിമിൽ ഒരുപാട് നേരം കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര റബ്ബറി ആവുന്ന പ്രോട്ടീൻസ് വീണ്ടും അത് ലോ കുക്കിങ്ങില് നല്ല ടെൻഡറായിട്ട് കിട്ടും. ഇവിടെ നമ്മൾ കുക്ക് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്ന രൂപത്തിലാണ് കുക്ക് ചെയ്യുന്നത്. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സ്ക്വിഡ് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചു കഴിയുമ്പോൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കൂന്തൽ ഇട്ട് കൊടുക്കുക. കൂന്തൽ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കറക്റ്റ് 4 മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ നിന്ന് തിളപ്പിച്ചെടുക്കുക. സമയം നന്നായിട്ട് ശ്രദ്ധിക്കണം. 4 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. കറക്റ്റ് 4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കൂന്തലൊന്ന് വെള്ളം കളഞ്ഞ് ഊറ്റി വയ്ക്കാം. കൂന്തല് വെള്ളം ഊറ്റി കളഞ്ഞ് വെച്ച ശേഷം പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം.
കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില, അതിനുശേഷം നേരത്തെ നന്നാക്കി വെച്ചിട്ടുള്ള സവാള, കൂടത്തിൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നന്നായിട്ട് ഇളക്കുക. ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. ഇനി സവാള നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിഭാഗം കത്തിപ്പോവും. സവാള വെന്ത് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡർ, സാധാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇതിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. മസാല എല്ലാം നന്നായിട്ട് പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക്. തക്കാളി നന്നായി വെന്തുടയുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ചേർത്ത് 2 മിനിറ്റ് കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. തേങ്ങാക്കൊത്ത് ചേർത്ത് 2 മിനിറ്റ് ആകുമ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൂന്തൽ ചേർത്ത് കൊടുക്കണം. കൂന്തൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 4 മിനിറ്റ് മാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. കൂന്തൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, മസാല എല്ലായിടത്തും ഒരേപോലെ പിടിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് വെള്ളം ചേർക്കുന്നത് ഈ മസാലയെല്ലാം കൂന്തലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ടൈം കൂടി പോകരുത്, വീണ്ടും കൂന്തൽ റബ്ബറി ആവും. നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ കൂന്തൽ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. വെള്ളം ചേർത്തത് കൂടുതലായി പോകാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റണം. വെള്ളം മുഴുവൻ വറ്റി ഡ്രൈ റോസ്റ്റായി കിട്ടണം നമുക്ക്. 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു 30 സെക്കൻഡ് കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ വലിയ ജീരകത്തിന്റെ പച്ചമണം മാറുന്നത് വരെ മാത്രം. വലിയ ജീരകത്തിന്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഈ സമയത്ത് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കൂന്തൽ ഓവർ കുക്കായി പോവും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കുക. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയും മറ്റൊരു വിഭവമായിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.